നിപ വൈറസ്. നിപ വൈറസ് NIV എന്നത് ഹെനിപ വൈറസ് ജീനസിലെ ഒരു RNA വൈറസ് ആണ്. ഇത് മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന ഒരു മാരകമായ പകർച്ചവ്യാധിയാണ്. രോഗം ബാധിച്ച വ്യക്തികളിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നിപ വൈറസ് പകരുന്നത്? വവ്വാലുകളിൽ നിന്ന്, രോഗമുള്ള വവ്വാലുകളിൽ നിന്നോ, പ്രധാനമായും പഴന്തീനി വവ്വാലുകൾ, പന്നികളിൽ നിന്നോ ഈ രോഗം മനുഷ്യരിലേക്ക് പകരാം. വവ്വാലുകളുടെ കാഷ്ടം, മൂത്രം, ഉമിനീർ എന്നിവ കലർന്ന പാനീയങ്ങൾ അല്ലെങ്കിൽ അവ കടിച്ച പഴങ്ങൾ എന്നിവയിലൂടെയാണ് രോഗം പകരുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, രോഗബാധയുള്ള പന്നികളിൽ നിന്നോ മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിലേക്ക് നേരിട്ട് പകരാം. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക്, രോഗം ബാധിച്ച മനുഷ്യരിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ അടുത്ത സമ്പർക്കം പുലർത്തുന്നവരിലേക്ക്, ഉദാഹരണത്തിന് രോഗികളെ പരിചരിക്കുന്നവർ, രോഗം പകരാൻ സാധ്യതയുണ്ട്. രോഗിയുടെ ശരീരസ്രവങ്ങളിലൂടെയാണ് ഉമിനീർ, മൂത്രം, രക്തം തുടങ്ങിയവ ഇത് പകരുന്നത്. മൃതദേഹ സമ്പർക്കം. രോഗം ബാധിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹത്തിൽ നിന്നുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരാം. നിപ വൈറസ് ലക്ഷണങ്ങൾ. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 4 മുതൽ 14 ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങാൻ എടുക്കുന്ന സമയം, ഇൻകുബേഷൻ പീരിയഡ്. ചില സന്ദർഭങ്ങളിൽ ഇത് 21 ദിവസം വരെയാകാം. പ്രാരംഭ ലക്ഷണങ്ങൾ: പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന, രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, സ്ഥലകാല ബോധമില്ലായ്മ, മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം, എൻസെഫലൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥ, ശ്വാസതടസ്സം, ചിലരിൽ വയറുവേദന, മനംപിരട്ടൽ, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി കണ്ടേക്കാം. പ്രതിരോധ മാർഗങ്ങൾ. നിപ വൈറസ് ബാധയ്ക്ക് നിലവിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ല. അതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. വവ്വാലുകൾ കടിച്ചതും നിലത്ത് വീണുകിടക്കുന്നതുമായ പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. തുറന്നതും മൂടിവെക്കാത്തതുമായ കലങ്ങളിൽ ശേഖരിച്ച കള്ളോ മറ്റു പാനീയങ്ങളോ കുടിക്കാതിരിക്കുക. കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ വവ്വാലുകളുടെ കാഷ്ടം, മൂത്രം, ശരീരസ്രവങ്ങൾ എന്നിവ വീഴാതെ സുരക്ഷിതമായി മൂടി സൂക്ഷിക്കുക. വളർത്ത് മൃഗങ്ങളുടെ ശരീരസ്രവങ്ങളുമായും വിസർജ്യങ്ങളുമായും സമ്പർക്കം ഒഴിവാക്കുക. രോഗികളെ പരിചരിക്കുമ്പോൾ മാസ്ക്, കയ്യുറ, ഗ്ലൗസ്, ഗൗൺ തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കുക. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക. രോഗിയുമായി സമ്പർക്കമുണ്ടായ ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. സോപ്പ് ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കാം. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുകയും കഴുകുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുക. മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹവുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. മൃതദേഹം കുളിപ്പിക്കുമ്പോൾ മുഖം മറയ്ക്കുകയും കുളിപ്പിച്ചതിന് ശേഷം ദേഹം മുഴുവൻ സോപ്പ് തേച്ച് കുളിക്കുകയും ചെയ്യുക. രോഗലക്ഷണങ്ങളുമായി വരുന്നവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുക. ചികിത്സ. നിപ വൈറസ് ബാധയ്ക്ക് കൃത്യമായ ഒരു ആന്റിവൈറൽ ചികിത്സ ലോകത്ത് ഇതുവരെ നിലവിലില്ല. ലക്ഷണങ്ങൾക്ക് മാത്രമായുള്ള ചികിത്സയാണ് നിലവിലുള്ളത്. രോഗിയുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ആശ്രയിച്ചിരിക്കും രോഗമുക്തി. രോഗം വന്നതിന് ശേഷമുള്ള മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ ഉപയോഗത്തിലുണ്ടെങ്കിലും അസുഖം വന്നതിന് ശേഷം അത്ര ഫലപ്രദമല്ല. കേരളത്തിൽ 2018 മെയ് മാസത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് നിപ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പല തവണകളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.